ഈ 2025 നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും. ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പേര് സേതുലാൽ. ഞാൻ ഇത്തരത്തിലുള്ള ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്ളോഗറാണ്, ഒരു കുഞ്ഞു വ്ളോഗറാണ്. അപ്പോൾ ഇത് നമ്മളൊരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വിഷൻ ബോർഡുകളെ കുറിച്ചാണ്. എന്താണ് വിഷൻ ബോർഡ് എന്നുള്ളതും എങ്ങനെ നമുക്ക് റെഡിയാക്കാം എന്നുള്ളതും അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ചെറിയൊരു വീഡിയോയിൽ മനസ്സിലാക്കാം. കമോൺ. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചിത്രത്തിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ വായിച്ചാൽ ട്രിഗർ ആവുന്ന കോട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബോർഡാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം നമുക്ക് ഏതൊക്കെ മേഖലകളിലാണ് നമ്മളിത് തയ്യാറാക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതി തുടങ്ങുക എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു വിഷൻ ബോർഡ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. പേനയും പേപ്പറും എടുത്തില്ലേ, നിങ്ങൾ എന്നിട്ട് എഴുതി തുടങ്ങിക്കോ എന്തൊക്കെ മേഖലകളിലാണ് നിങ്ങൾക്ക് ഈ വിഷൻ ബോർഡിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു മേഖലയിലാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവേണ്ടത്. നമുക്ക് നോക്കാം. കരിയർ, ഹെൽത്തിൽ വേണ്ടേ, എവിടെയെങ്കിലും ട്രാവൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ, ഫിനാൻസിൽ ആഗ്രഹിക്കുന്നില്ലേ, പിന്നെ എന്തില്ല പേഴ്സണൽ ഗ്രോത്ത്. ഈ കാര്യങ്ങളിലൊക്കെയാണ് സാധാരണ നമുക്കുണ്ടാകുന്ന ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? ഇതിൻ്റെ അപ്പുറം ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുക ഈ കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കരിയറിൽ തന്നെയാണ് നിങ്ങൾ ആ ജോലി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ശമ്പളം തന്നെയാണ് നിങ്ങൾ ഇപ്പം വാങ്ങിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായാലോ നിങ്ങളുടെ ഈ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾ നമുക്ക് എന്തായാലും ഉണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ ഹെൽത്ത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തടിയുണ്ട്. അപ്പോൾ ഇപ്പം ഞാനൊരു വിഷയം കൂടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഗോൾ എന്തായിരിക്കും? തടി കുറക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു ഗോളായി. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. നമ്മൾ സാധാരണ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ സ്പെഷ്യൽ ഡെസ്റ്റിനേഷൻസൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതും ഉപയോഗിക്കാം. പിന്നെ ഫിനാൻസ്. നമുക്ക് എല്ലാവർക്കും സാമ്പത്തികപരമായിട്ടൊക്കെ നല്ലൊരു ഹൈപ്പിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് സേവിങ്സ് എന്ന് പറയുമല്ലോ, നമ്മളെ കയ്യിൽ ഇത്ര പൈസയും 2026 കഴിയുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടാവണമെന്നുള്ള ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. പിന്നെയുള്ള പേഴ്സണൽ ഗ്രോത്താണ്. പേഴ്സണൽ ഗ്രോത്ത് വരുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും പേഴ്സണൽ ഗ്രോത്തിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. 2 രീതിയിൽ നമ്മൾ സാധാരണ വിഷൻ ബോർഡുകൾ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ അറിയുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്യാൻവ യൂസ് ചെയ്യാൻ അറിയുന്നവനാണെങ്കിൽ ഫോട്ടോസ് ഒരു ബോർഡിലേക്ക്, അതായത് ഒരു ആർട്ട് ബോർഡ് എന്ന് പറയും, ആർട്ട് ബോർഡിലേക്ക് നമുക്കിങ്ങനെ ഒട്ടിച്ചിട്ട് അതൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് ചെയ്യാം. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ പിൻട്രസ്റ്റിൽ പോവും. നമുക്ക് ഉള്ള ആഗ്രഹങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊറുക്കിയിട്ട് ഒന്ന് സെറ്റായിട്ട് അലൈൻ ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചിലപ്പോൾ ഫോട്ടോ മാത്രമായിരിക്കില്ല നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ചില കോട്ടുകളുണ്ടാവും, അതായത് ചില വാചകങ്ങളുണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ട്രിഗറാക്കുന്നത്. ആ സാധനം കൂടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളൊരു ഷീറ്റിലേക്ക്, ഇപ്പോൾ അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ അറിയാൻ പറ്റുന്ന ആളാണെങ്കിൽ ഒരു ഷീറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് പോയി പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ ഒരു പണി എടുക്കണം, പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഒരു വിഷൻ ബോർഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നിടത്ത് പേസ്റ്റ് ചെയ്യാം, ഒട്ടിക്കണം. അല്ല, നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒരു ചാർട്ട് തന്നെ ഒട്ടിക്കണം എന്നാണെങ്കിൽ അത് കൃത്യമായി കട്ട് ചെയ്ത് നിങ്ങൾക്കുള്ള ഡിസൈനിലേക്ക് നിങ്ങൾക്കത് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിഷൻ ബോർഡിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. നമ്മളെ കരിയർ, നമ്മളെ ഫിനാൻസ്, നമ്മളെ ട്രാവലിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ ഗോൾ, അതൊക്കെ നമ്മൾ അതിൽ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ സാധനം നമ്മൾ ചെയ്തില്ലേ? ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. അതായത് നമ്മളിപ്പം ഇത് ഒട്ടിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ ചാൻസ് ഉള്ളത്, അതായത് ഷെൽഫിൻ്റെ അകത്തെല്ലാം ഒട്ടിക്കേണ്ട ആവശ്യം, അങ്ങനെ ഒട്ടിക്കേണ്ട. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്നിടത്ത്, അതായത് എപ്പോഴും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിങ്ങൾ ഒട്ടിക്കുക. സ്പെൻഡ് ചെയ്യുന്നത് ബാത്റൂമിൽ ഞങ്ങൾ ആളെ കൊണ്ടുപോയി ഒട്ടിക്കാൻ നിൽക്കണ്ട കേട്ടോ. എവിടെയാണെങ്കിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരു ടേബിൾ ഉണ്ടാവുമല്ലോ, അവിടെ ഒട്ടിക്കുക.
അതൊരു രാവിലെ എഴുന്നേച്ച് ഡെയിലി അത് നോക്കുക. ഈ ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം വർക്കാവൂ? ഇല്ല, അതിനുവേണ്ടി പണിയെടുക്കണം. അതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മൈൻഡ് അതിന് ഹെൽപ്പ്, നമ്മുടെ തലച്ചോറ് ഓക്കെ 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 സേതു ഞാനാ ചെയ്യുന്നത്, സേതു ഈ സാധനം നീ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇത് നീ പണിയെടുക്കണം എന്നുള്ള ട്രിഗർ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു വിഷൻ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ മൊബൈലിൻ്റെ വാൾപേപ്പർ ആക്കിയാൽ നല്ലതായിരിക്കും എന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു വിഷൻ ബോർഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതുവരെ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ വിഷൻ ബോർഡ് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഒബ്വിയസ്ലി കുറച്ച് കാശ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു നല്ലൊരു PC വാങ്ങിക്കണമെന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പോകും, ഇതിപ്പോൾ ഒരു ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവില്ല എന്നുള്ള തോട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ നമ്മളൊരു വിഷൻ ബോർഡിൽ എനിക്ക് ആഡ് ചെയ്യാൻ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാവണമെന്നില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ അത് മുൻവിധികളില്ല, നിങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് വിഷൻ ബോർഡ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇത് ആൾക്കാർ ചിലപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനമ്മയും വന്ന് പറയും, എന്തെന്നാണ് നീ കാണിച്ചു കൂട്ടി, ഇത് ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് ഇതൊക്കെ വർക്കാവും, അതൊക്കെ പറയും. സാറിന് പോട്ടെ. പക്ഷെ നമുക്കൊരു ട്രിഗർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷൻ ബോർഡ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഇനിയിപ്പോൾ എത്ര 26-ാം തീയതി ആയില്ലേ, ഒരു 5 ദിവസം കൂടി ഉണ്ട്. ഈ ഒരു 2-3 ദിവസം ഇതിനു വേണ്ടി നിങ്ങൾ ആഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ട് അത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് 1-ാം തീയതി മുതൽ അങ്ങ് പണി തുടങ്ങിക്കും. അത് 2026 കഴിയാൻ ഡിസംബർ ആകുമ്പോഴേക്ക് നോക്കുക ഇതിലേതൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് എന്നുള്ളത്. കേട്ടുക. അപ്പോൾ ഇത്രയുള്ള വിഷൻ ബോർഡ് എന്നുള്ളത് എല്ലാം മലമറിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ വിഷൻ ബോർഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്.